വയനാട് മേപ്പാടിയിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം മേപ്പാടി കാപ്പംകൊല്ലി പുഴമൂലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5 തവണയാണ് പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങിയത്. പ്രദേശത്തെത്തിയ കാട്ടാനകളുടെ ദൃശ്യങ്ങൾ നാട്ടുകാർ പകർത്തി. ജീവന് ഭീഷണിയായ കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്നും കാടുകയറ്റാൻ നടപടി വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാസങ്ങൾക്ക് മുൻപാണ് മേപ്പാടിയിൽ ഒരാളെ കാട്ടാന കൊലപ്പെടുത്തിയത്. ആനശല്യം പരിഹരിക്കുമെന്ന വനംവകുപ്പ് പറയുമ്പോഴും പ്രദേശത്ത് ആനശല്യം രൂക്ഷമാവുകയാണ്. കാപ്പംകൊല്ലി പുഴമൂലയിലാണ് കാട്ടാനശല്യം രൂക്ഷമായുള്ളത്. ഒരാഴ്ചക്കിടെ 6 തവണയാണ് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തിയത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം രാവിലെ 2 കാട്ടാനകൾ പ്രദേശത്തെത്തിയിരുന്നു. പ്രദേശത്തെത്തുന്ന കാട്ടാനക്കൂട്ടം വലിയ നാശനഷ്ടമാണ് വരുത്തുന്നത്. ചെമ്പ്രമലയുടെ താഴ്വാര പ്രദേശമായി ഇവിടെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത്. പകൽ സമയം പ്രദേശത്തെ കാട്ടിൽ നിലയുറപ്പിക്കുന്ന കാട്ടാനകൾ നേരം ഇരുട്ടുന്നതോടെ ജനവാസ മേഖലയിൽ ഇറങ്ങും. കാട്ടാന ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും ശാസ്ത്രീയമായ ഫെൻസിംഗ് രീതികൾ അവലംബിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ജനം, വയനാട്. പാലക്കാട്ടും കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. അട്ടപ്പാടിയിൽ വയോധികനെ കാട്ടാന ആക്രമിച്ചു. ഷോളയൂർ കത്താളക്കണ്ടി സ്വദേശി പൊന്നുസ്വാമി ആണ് ആക്രമിച്ചത്. ഇന്നലെ രാത്രി 9:30 സംഭവം ഉണ്ടായത്. പരിക്കേറ്റ പൊന്നുസ്വാമിയെ കോട്ടത്തറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.